ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത് ഓൺ റോഡ് വെറും 37 ലക്ഷം രൂപ. ഹായ് ഗായ്സ്, വെൽക്കം ടു DD വ്ളോഗ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ രാത്രിയൊക്കെ വ്ളോഗ് ഇത്ര രഹസ്യമായിട്ട് എടുക്കണത് എന്ന് വിചാരിക്കണ്ടാവും. അപ്പം നാളെ നമ്മുടെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ പപ്പയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകണം. ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചേക്കണത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും അങ്ങാടി പോകണം. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. ഗൈസ്, ഇത് എൻ്റെ മാത്രം പ്ലാനാണ്. അമ്മേനെ ഞാൻ വലിച്ചു കൊണ്ടുവന്നതാണ്. എന്നെ ഒറ്റയ്ക്ക് എന്തായാലും വിടൂല, അതുകൊണ്ട് അമ്മേനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ടൗണിലെത്തി. അപ്പം ഒരു ജെൻസിൻ്റെ കട ഉണ്ട്. അപ്പം ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോണത്. ഫ്രണ്ട്സ്, കയറി നോക്കാം. പപ്പേൻ്റെ സൈസ് എത്രയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അമ്മയ്ക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഇവിടെ പപ്പേൻ്റെ സൈസ് ഉള്ളതില്ല, പപ്പേൻ്റെ സൈസിന് താഴെ ഉള്ളതുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോയത് പുതിയ ഷോപ്പാണെന്ന് തോന്നുന്നു, ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പോയി നോക്കാം. ഫ്രണ്ട്സ്, ഇത് മതിയെന്ന് തോന്നുന്നു. പപ്പയ്ക്ക് ബ്ലാക്ക് ഷർട്ടില്ല, മാത്രമല്ല കറക്റ്റ് സൈസിനും കിട്ടി. അങ്ങനെ അതെടുത്തോ, ബ്ലാക്ക് എടുത്തോ, ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ടീഷർട്ടും ആ മഞ്ഞയും കൂടെ എടുത്തോ. വൈറ്റ് പപ്പയ്ക്ക് ഇഷ്ടപ്പെടും. വൈറ്റ് ഷർട്ട് ദിയമോളുടെ വക, ബ്ലാക്ക് ഷർട്ട് എൻ്റെ വക, ബ്ലാക്കും യെല്ലോയും ടീഷർട്ട് നിൻ്റെ വക. കേക്ക് വാങ്ങിയിട്ട് എവിടെ വെക്കാം? വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പോരാ. അല്ലേ, അവരിപ്പോ അവിടെ നിന്ന് പോരും. പപ്പയും പിന്നെ ആലോചിക്കുന്ന സമയം കൊണ്ട് അവിടെ കേക്ക് വാങ്ങിട്ട് പോവാന്നല്ലേ. നമുക്ക് തിരിച്ചു വരുമ്പോ കേക്ക് വാങ്ങാം. അപ്പൊ അറിയുവേ, ഇതിപ്പോ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കണ്ടില്ലെങ്കിലോ? അവരെല്ലാരും ഒരു കാറിലാണ്. ആണ്. അപ്പം മുന്നിൽ പോരും, ബുള്ളറ്റിൽ പോരും. ആ, ബുള്ളറ്റിലല്ലേ വരിക? അപ്പൊ എങ്ങനെ പറ്റുക? നമ്മള് വീട്ടിലേക്ക് അല്ലേ കഴിഞ്ഞിട്ട് നേരെ പോവാ. ഫ്രണ്ട്സ്, കേക്ക് വാങ്ങാൻ പോവാണ്, ഓർഡർ ചെയ്യാന്. ഇതാരാ ഇത്? അത് പറയാതെ എടുക്കുന്നത് ഒന്നും മനസ്സിലാവും. മഹീന്ദ്രന്റെ പുതിയ മോഡൽ EV കാറാണ്. ഓൺ റോഡ് വെറും 37 ലക്ഷം രൂപ. ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ കാർ റിവ്യൂ പറയണോ അറിയില്ല. ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത് അതെ എന്റെ ഒരു ട്വിസ്റ്റ് നടന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പം അർജുമാമനും അഭിമാമനും നമുക്ക് രാത്രി കേക്ക് കൊണ്ട് പോവാം. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിട്ടോ, അപ്പം അഭിമാമൻ സ്റ്റെക്കായി. അയ്യോ, ഞാൻ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞു, ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞു. എപ്പോഴാണ് കൊടുക്കണത്? 12 മണിക്ക് കൊടുക്കാറാണ് വെച്ചേക്കണത്. നമുക്ക് അപ്പം കൊടുക്കാറുണ്ട്. അപ്പം ഇപ്പം അഭിമാമൻ കസാമേന്ന് കേക്ക് വാങ്ങും. അപ്പം കേക്ക് വാങ്ങിയിട്ട് അങ്ങനെ അവർ 11:45 ആകുമ്പം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഉറങ്ങി. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ചീത്ത വിളിക്കണത് എനിക്ക് കേൾക്കും. കേക്കിനാ വേണ്ടി ഉറങ്ങാതെ വന്നിരിക്ക. നട്ടപ്പാതൊക്കെ ആദ്യമായിട്ടൊരു കേക്ക് പറയും. ഞാൻ ഉറങ്ങിട്ടുള്ളൂ, 1 മണിക്കൂറായിട്ടില്ല ഉറങ്ങിട്ട്. 11:30 ഉറങ്ങില്ല. വരൂ കേട്ടെ. ആശംസിച്ചല്ലേ പോന്നല്ലോ. ഞാനുണ്ട് വിളിക്കണം. ഫ്രണ്ട്സ് ഗിഫ്റ്റുകളുമായി അത് പറയണ്ടല്ലോ. താങ്ക് യു. ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ ഞാൻ ആശംസിക്കുകയാണ്. 100 വയസ്സ്. ആദ്യമോനെ വൈകുന്നു കൊറേ ഗിഫ്റ്റ് ആയല്ലോ. താങ്ക് യു. ഫ്രണ്ട്സ് അങ്ങനെ കുറെ ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുന്നു. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി നേതൃത്വം വഹിച്ച ബർത്ത്ഡേ പാർട്ടി ആദ്യമോന്റെ വക ഇതാവും. ഓ നല്ല രസമുണ്ടല്ലേ. ചേഞ്ച് ആണ്, നേരെ കളർച്ച് കമ്പനി സെയിം. കേക്ക് എന്താ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നത് അപ്പമാമനാണ്. ഗൈസ് എടുത്ത് കൊണ്ടുവന്ന് അങ്ങോട്ട് അവിടെ വെച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കറക്റ്റ് 11:45 ആയപ്പോലെ കൊണ്ടുവന്നു ഗൈസ്. കാണാൻ വെയിറ്റ് ചെയ്തത്. ഇതിന് പകരം മറ്റേ മഞ്ഞാണ്.
നാളെ പുതിയ വരുന്ന പറഞ്ഞല്ലോ. ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ നമ്മുടെ പപ്പേൻ്റെ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു എന്താ പറയുക, ഒരു സെലിബ്രേഷൻ തന്നെ തുടങ്ങി. മറ്റേ നമ്മൾ ലാസ്റ്റ് രാത്രി, നമ്മൾ ബർത്ത്ഡേൻ്റെ രാത്രിയൊക്കെ അല്ലേ ഇത് എന്താ ആഘോഷിക്കുക. ഇത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഇതായി കഴിഞ്ഞാൽ നാളെ അപ്പം ഫുൾ ഡേ ബർത്ത്ഡേ പക്ഷെ ഇവർക്കൊക്കെ ആ സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ബർത്ത്ഡേ ടൈമിലൊക്കെ എനിക്ക് ആ സന്തോഷം ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വളർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വിചാരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.